ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് ആദ്യം തന്നെ മനസ്സിൽ വരുന്നത് ഓട്സ് ആയിരിക്കും അല്ലേ. പക്ഷെ പലർക്കും ഇഷ്ടമില്ലാത്തൊരു ഐറ്റമാണ് ഈ ഓട്സ്. വല്ലപ്പോഴൊക്കെ കഴിക്കാൻ ഓക്കെ, പക്ഷെ ഡെയിലി കഴിക്കാൻ അത്ര വലിയ ഇഷ്ടം അധികം ആർക്കും ഉണ്ടാവാറില്ല. പക്ഷെ ഞാനിങ്ങനെയാണ് കേട്ടോ, പലതരത്തിൽ ഓട്സ് ഉണ്ടാക്കി കഴിക്കുക. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ മസാല ഓട്സ്. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്ന് കണ്ടു നോക്കാം, ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിന്. അപ്പോൾ ഇത് ആദ്യം തന്നെ കടായിൽ ഞാനിതൊരല്പം എണ്ണ ഒഴിച്ചു, നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണയൊന്നുമില്ല, അത് നോൺ സ്റ്റിക്ക് പാനിൽ വെറുതെ ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു കുഞ്ഞു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ, എനിക്ക് മാത്രമായിട്ട് ഒരു ബൗളിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ബൗൾ ഓട്സിന് വേണ്ടിയിട്ട്. ഒരു കുഞ്ഞു സവാളയുടെ പകുതിയും 2 പച്ചമുളകും 1 ഇഞ്ച് കനത്തിൽ ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി മറക്കാതെ ചേർക്കുക. അപ്പോൾ അതെല്ലാം പൊടിയായി അരിഞ്ഞത് ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത്, ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരല്പം ബീൻസ്, ക്യാരറ്റ്, അതുപോലെ നമ്മുടെ ചോളമാണ് കേട്ടോ, ഫ്ലേക്സ്. അത് ഞാൻ ഫ്രോസൺ ആണ്, ഫ്രീസറിൽ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാബേജൊക്കെ ചേർത്ത് കൊടുക്കുക, ഉള്ള സമയത്ത് ഞാൻ അതും ചേർത്ത് കൊടുക്കാറുണ്ട്. അതും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു തക്കാളി, കുഞ്ഞു തക്കാളിയാണ്, അര ഭാഗം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. തക്കാളി ചേർത്താൽ നമുക്ക് ആ ഓട്സിൻ്റെ ആ ഒരു മധുരം ടേസ്റ്റ് കുറച്ച് കിട്ടാനാണ് കേട്ടോ. അപ്പം കഴിക്കാൻ നമുക്ക് സ്മൂത്തായിട്ട് കഴിക്കാൻ പറ്റും, ഒരു ചെറിയൊരു പുളിരസം ഉണ്ടാവുകയാണെങ്കിൽ. പിന്നെ അത് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒരുപാടൊന്നും വഴറ്റിയെടുക്കരുത്, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഓട്സും കൂടെ ചേർത്ത് വേവിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇതിൽ ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്, നമ്മുടെ മാഗി മസാല. ഇതെല്ലാ കടകളിലും എല്ലാവർക്കും കിട്ടുന്നതാണ്. ഒരു 25 പാക്കറ്റ് ചെറിയ ചെറിയ സാഷേസ് ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരാൾക്കുള്ളതിന് ഒരു സാഷേ മതിയാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ വാങ്ങിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കും, നല്ല ടേസ്റ്റാണ്. ഈ ഒരു മസാല ഓട്സിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മാഗി മസാല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു സാഷയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുമ്പ് പൊട്ടിച്ച് വെച്ചൊരു അര സാഷ ഉണ്ടായിരുന്നു, അതും പിന്നെ ഒരു അര സാഷ, അങ്ങനെ ഞാൻ മൊത്തം ഒരെണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതേ ഓട്സ് വേവാൻ ആവശ്യമുള്ള വെള്ളം, നമുക്ക് എത്ര ഓട്സ് വേണോ അത്രയും ഓട്സ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആ വെള്ളം നന്നായി തിളക്കുന്ന സമയത്ത് നമുക്ക് എത്ര ഓട്സ് വേണോ അത്ര നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു 4-5 സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അത് കുറുകി വരുമ്പം കുറച്ച് അളവിലുണ്ടാവും അത്. അപ്പോൾ ഞാനൊരു 5 സ്പൂൺ ഓട്സാണ് ഞാൻ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ അളവിന് ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പ് ആവശ്യമുണ്ടോ നോക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് നന്നായിട്ട് വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മസാലയിൽ ഒരു ലൈറ്റായിട്ട് എരിവുണ്ടാകും. പിന്നെ പച്ചമുളകിൻ്റെ എരിവാണ് എനിക്കിഷ്ടം, അപ്പോൾ അത് കാരണം ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എനിക്ക് ഈ എരിവ് മതി കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റുള്ളൊരു മസാല ഓട്സാണിത്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇത് ഒരു തവണയെങ്കിലും കഴിച്ച് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി വേറെ പണിയൊന്നുമില്ല, നമുക്ക് ഈ ഓട്സ് നന്നായിട്ടൊന്ന് ആവശ്യത്തിന് കുറുക്കിയെടുക്കുക. നന്നായി കുറുക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുക, കാരണം കുറച്ച് ആറുമ്പോൾ നമുക്കത് കുടിക്കാൻ പാകത്തിനായിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഓട്സ് ഒരു 5 മിനിറ്റ് നേരം പച്ചക്കറി ഒന്ന് അരിഞ്ഞെടുക്കുന്ന സമയം മതി, പെട്ടെന്നായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.